ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ലെന്ന് പറയുകയാണ് മുൻ MLA ശോഭന ജോർജ്. പുതിയ തലമുറ ജനപ്രതിനിധികളായി വരണം. MLA ആകാതെ തന്നെ ജനസേവനം നടത്താൻ കഴിയുമെന്നും CPM തനിക്ക് വലിയ പരിഗണനയാണ് നൽകിയതെന്നും ശോഭന ജോർജ് പറയുകയാണ്. അടുത്ത നിയമസഭയിൽ അങ്ങയെ കൂടി കാണാൻ കഴിയും. ഒരു മത്സരരംഗത്തേക്ക് ഞാനില്ല. അത് ഞാൻ നേരത്തെ എടുത്ത തീരുമാനമാണ്. അതിപ്പോൾ റിപ്പോർട്ടറിനോട് ആദ്യമായിട്ട് പറയുന്നു. കാരണം പുതിയ തലമുറ വരണം. അവർക്ക് നമ്മളെക്കാട്ടിൽ കൂടുതൽ നന്നായിട്ട് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പുതിയ പുതിയ ഐഡിയാസും ഒക്കെ ഉണ്ടാവും. കഴിഞ്ഞ തവണ തന്നെ അക്കാര്യം അറിയിച്ചതാണോ? അതെ 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 ഞാനൊരു 10 വർഷത്തിന് മുമ്പേ ഞാൻ തീരുമാനിച്ചിരുന്നു ഇനിയും ഒരു തെരഞ്ഞെടുപ്പ് വേണ്ട. നമുക്ക് പ്രവർത്തിക്കാൻ എത്രയോ മേഖലകളുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പരിചയ മേഖലകൾ പിന്നിട്ട് വന്നതുകൊണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിന് MLA എന്ന് പറയുന്ന ഒരു പൊസിഷൻ മാത്രം വേണമെന്നില്ല. MLA ആയിരുന്നപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയാതിരുന്ന പല കാര്യങ്ങളും MLA അല്ലാത്തപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇനി ഒരു തെരഞ്ഞെടുപ്പ് വേണ്ട. അതിൽ പാലോടാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. അതിൽ അപ്പോൾ ശോഭന ജോർജിന് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരാത്തതെന്നതാണോ അതോ സീറ്റ് കിട്ടാത്തത് കൊണ്ടാണോ? ശോഭന ജോർജ് പറയുന്നതനുസരിച്ച് തനിക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇനി താല്പര്യമില്ല. ചെങ്ങന്നൂരിൽ 3 തവണ MLA ആയിരുന്ന കോൺഗ്രസ്സുകാരിയായിരുന്നു ശോഭന ജോർജ് എന്ന് നമുക്കറിയാം. അതിനുശേഷം CPMലേക്ക് പോയി. CPMലേക്ക് പോയപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഖാദി ബോർഡിൻ്റെ ചുമതലയായിരുന്നെങ്കിൽ ഇത്തവണ ഔഷധിയുടെ ചുമതലയാണ് നൽകിയിരുന്നത്. ഏതായാലും സർക്കാർ സംവിധാനങ്ങളിൽ ചുമതലകൾ നൽകുന്നുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കോ MLA ആവാനോ താനില്ല. അത് പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട്. ഇനി തെരഞ്ഞെടുപ്പിലേക്ക് പോകാനില്ല, പുതിയ ആളുകൾ വരട്ടെ എന്നാണ് ശോഭന ജോർജ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും പലരും സീറ്റ് ആവശ്യപ്പെടുന്നതിനിടെ ഇങ്ങനെ ഒരു പ്രതികരണം ശോഭന ജോർജിൽ നിന്ന് വരികയാണ്. വിനീത. ശരി, ശോഭന ജോർജ് ഏതായാലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്നതാണ് പറയുന്നത്.